റിക്കവറിയിലേക്ക്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഡിനയൽ. ഡിനയൽ എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. നിഷേധത്തിന് മലയാളത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് സമ്മതിച്ചു കൊടുക്കാതിരിക്കൽ, അല്ലെങ്കിൽ നിരാകരിക്കൽ, അല്ലെങ്കിൽ മറുത്തു പറച്ചിൽ, അല്ലെങ്കിൽ നമ്മൾ എഗെയിൻസ്റ്റായിട്ട് പറച്ചിൽ. അപ്പോൾ നമുക്കറിയാം ഈ സമ്മതിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എനിക്കൊരു ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു രോഗമുണ്ടെന്ന് സമ്മതിച്ചു കൊടുക്കാതിരിക്കുന്ന ഒരു രോഗലക്ഷണമാണ് ഈ ഡിനയൽ എന്ന് പറയുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് മദ്യാസക്തി ഒരു രോഗമാണ്. ഇതിന് ചില രോഗലക്ഷണ ശാസ്ത്രമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു രോഗലക്ഷണ ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഡിനയൽ. ആൽക്കഹോളിസത്തിന് അല്ലെങ്കിൽ മദ്യാസക്ത രോഗത്തിന് ഒരു രോഗമായിട്ട് അംഗീകരിച്ചതിന് ശേഷം നമ്മൾക്ക് ഈ രോഗത്തിനൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ നമ്പറാണ് ICD-10. അപ്പോൾ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം അല്ലെങ്കിൽ മദ്യാസക്തിയുടെ ഒരു ആശ്രയത്വ മനോഭാവത്തിന് അല്ലെങ്കിൽ ആശ്രയത്വ രോഗത്തിന് പറയുന്ന നമ്പറാണ് ICD-10. അതോടൊപ്പം തന്നെ മനഃശാസ്ത്രപരമായിട്ട് പറയുന്നതാണ് ദ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സിൽ DSM-5 ആയിട്ട് നമ്മുടെ ഈ ആൽക്കഹോളിന് ചേർത്തിട്ടുണ്ട്. അതായത് മനഃശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും നമ്മുടെ മദ്യാസക്തി എന്ന രോഗത്തിന് 2 നമ്പറുകളുണ്ട്. അതെല്ലാ രോഗത്തിനും ഈ നമ്പറുകളുണ്ട്. പല രോഗത്തിനും അതിൻ്റേതായ നമ്പറുകളുണ്ട്. അപ്പോൾ നമുക്കൊരു ജനറലായിട്ടൊരു അറിവിന് വേണ്ടിയിട്ട് ഇത് പറഞ്ഞു എന്ന് മാത്രം. ആൽക്കഹോളിസത്തിന് നമുക്കറിയാം 3 സ്റ്റേജുണ്ട്. മൈൽഡ്, മോഡറേറ്റ് ഓർ സിവിയർ എന്ന രീതിയിൽ. അതായത് തുടക്കത്തിൽ ഒരു മൈൽഡായിട്ട് തുടങ്ങുന്ന ഒരാൾ മോഡറേറ്റ് സ്റ്റേജിലേക്ക് കയറുകയും പിന്നീട് സിവിയർ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് വരികയും ഒരു റിയൽ ആൽക്കഹോളിക്കായിട്ട് മാറുകയും ചെയ്യുകയാണ്. ഈ റിയൽ ആൽക്കഹോളിക്കായിട്ട് മാറിയ ഒരാൾക്ക് തൻ്റെ ആൽക്കഹോൾ കൺസംഷൻ അല്ലെങ്കിൽ കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ചിന്തയിലും പല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട് കട്ട് ഓഫ് ചെയ്യാനായിട്ട്. പക്ഷേ അയാൾക്ക് ഒരറ്റംപ്റ്റും സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കുന്നില്ല. പല രീതിയിലും അദ്ദേഹം കട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. പക്ഷേ കട്ട് ഓഫ് ചെയ്യാൻ സാധിക്കാത്ത ലക്ഷണം. ധാരാളം സമയം ചിലവാക്കുന്നുണ്ട്. പിന്നെ ഈ ആൽക്കഹോള് നമുക്കൊക്കെ അറിയാം, നമ്മൾ ഭയങ്കരമായിട്ട് കുടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും ആ റിക്കവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആൽക്കഹോളിനെ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു ക്രേവിങ്, കൂടുതൽ ആസക്തി വളരുന്നു. നമ്മൾ ആദ്യത്തെ ഡ്രിങ്ക് എടുത്ത് കഴിയുമ്പോൾ കൂടുതലായി കുടിക്കാനും പിന്നെ കൂടുതൽ മദ്യം ഉള്ളിലേക്ക് എടുക്കാനുമായിട്ടുള്ള ഒരു ക്രേവിങ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ വീട്ടിലോ സ്കൂളിലോ അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് മറന്നു പോവുക, വിളിച്ചു കൊണ്ടുവരാൻ മറന്നു പോവുക, ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഈ ആൽക്കഹോൾ യൂസ് കൊണ്ട് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഉപയോഗം കൊണ്ട് ഇങ്ങനെയുള്ള പല വർക്ക്, സ്കൂൾ ആൻഡ് ഹോം 3 സ്ഥലങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കുക. ശരീരത്തിനും സാമൂഹികമായിട്ടും ജോലി സ്ഥലത്തും അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനും പരസ്പരമുള്ള ബന്ധങ്ങൾക്കും എല്ലാം പ്രശ്നമുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നമ്മുടെ ആൽക്കഹോൾ കൺസപ്ഷൻ കൂട്ടുക. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സിംറ്റംസ് ഉണ്ട്. എന്നാൽ അതിലെ എല്ലാ സിംറ്റംസിലും അല്ലെങ്കിൽ ലക്ഷണങ്ങളിലും അല്ലെങ്കിൽ ആ മദ്യാസക്തി എന്ന രോഗത്തിൻ്റെ രോഗലക്ഷണ ശാസ്ത്രമാണ് ഡിനയൽ.